ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മളൊരു പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ ചെയ്യുന്നത്. പ്ലെയിൻ ബ്ലൗസിൽ നമ്മളൊരു വർക്ക് ചെയ്യാണ്, ഡിസൈനറാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ആ കസവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ചഡ് ബ്ലൗസാണ്. അപ്പോൾ ബാക്ക് നെക്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഹാഫ് പോർഷൻ, ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഹുക്ക് വരുന്ന ഭാഗം വരെ. അപ്പോൾ ഇത് ബാക്ക് നെക്ക്, ബാക്കിൽ കംപ്ലീറ്റ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലും 2 സ്ലീവിലുമാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു പെട്ടെന്നൊരു വർക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെ ഒരു ഹാൻഡ് വർക്ക് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്ക്, ഞാനിവിടെ കുറച്ച് സ്റ്റോൺസുകൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് മുത്തുകളാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് കളറും അതേപോലെ റെഡ് കളറും. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു 2 ബീഡ്സ് എടുത്തിട്ടുണ്ട് ചെറുത്, പിന്നെ ഒരു സിൽക്ക് ത്രെഡും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് റെഡ് അപ്പോൾ പിന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു പ്രെഡിക്റ്റും ചെയ്യാത്തൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യണം ഞാനിത് ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്ത് ഞാൻ വരുന്നതേ ഉള്ളൂ. കാരണം നമുക്കത് എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്നതല്ല. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു 4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരം ഇരുന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഡിസൈനർ ബ്ലൗസാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വലിയ എന്താ പറയുക, മാർക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇവൻ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ജസ്റ്റ് പോയിൻറ്റ്സ് കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റോൺസ്, അത് മുത്തുകൾ, നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹാങ്ങിങ് പോലെയുള്ള മുത്തുകൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ പോവാണ്. പിന്നെ ആ 2 ബീഡ്സും സിൽക്ക് ത്രെഡും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഫ്രെയിമിലൊന്നും വെക്കുന്നില്ല, കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു കുറച്ച് മുത്തുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡ് കളറാണ് കേട്ടോ. പിന്നെ അതേപോലെ പിന്നെ വൈറ്റ് കളറിൽ തന്നെ ഒരു ബീഡുകളുണ്ട്. അപ്പോൾ ഞാൻ ഒരു നീഡിൽ നമ്പർ 10ഓ നീഡിൽ നമ്പർ 8ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീഡിൽ എടുക്കും. കാരണം ഇതിൻ്റെ ഹുക്ക് ആ ഒരു കൊളുത്ത് നമുക്ക് അത്യാവശ്യം വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഏത് സൂചി വേണമെങ്കിലും കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒന്ന് ലോക്കിട്ട് കൊടുത്ത് എടുക്കുക. അത് ഫസ്റ്റ് നമ്മളിത് ഇതേപോലെ ഒരെണ്ണം നമ്മൾ ഈ നീഡിലിനകത്തോട്ട് കയറ്റി കൊടുത്തു. അതിനുശേഷം അവിടെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് നമ്മളവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക. നമ്മൾ ആ ഒരു ബീഡും പിന്നെ നമ്മുടെ ആ ഒരു ത്രെഡും ഒക്കെ ആയിട്ട് ഒന്ന് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലോക്കിട്ട് നല്ലോണം ചെയ്ത് കൊടുക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തത് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ 2 ബീഡ് എടുക്കുക. 2 ബീഡ് എടുത്തിട്ട് നമുക്ക് 2 സൈഡിലേക്കും ഓരോ ബീഡ് പോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 2 ബീഡ് ചെറുതാണ് കേട്ടോ, ഒത്തിരി വലുതല്ല, തീരെ ചെറുതാണ്. അപ്പോൾ നീളം കുറച്ച് കുറവാണ് ആ ഒരു 2 ബീഡിൻ്റെ. അപ്പോൾ 2 സൈഡിലേക്കും നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണില്ല. ഞാൻ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ആരി വർക്ക്, ആരി സ്റ്റാൻഡ്, ആരിക്കോട്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ച് എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഇപ്പം സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവും. അതായത് നിങ്ങൾക്കൊന്നും നോക്കേണ്ട, നിങ്ങൾക്ക് ഇതേപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള ബീഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ബ്ലൗസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പുറത്തെങ്ങും കൊണ്ടുവന്ന് നമുക്ക് പൈസ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആകെ ഒരു ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ബീഡ്സ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ചിലവ്. അല്ലാണ്ട് ഒരു എക്സ്ട്രാ നമുക്ക് പുറത്ത് കൊടുത്തിട്ട് ഒന്നും നമുക്ക് ചെയ്യേണ്ടിയില്ല. എന്നിട്ട് അധികം വേറെ ബീഡ് വർക്കോ ത്രെഡ് വർക്കോ ഒന്നും നമുക്ക് അധികം വന്നിട്ടില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ത്രെഡ് വർക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ത്രെഡ് വർക്ക് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ഒരു റെഡ് കോമ്പിനേഷൻ വരാൻ വേണ്ടി മാത്രമാണ് ആ സിൽക്ക് ത്രെഡ് ഒന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റെഡ് കളറിലെ പേള് ഫിക്സ് ചെയ്തു. അതിനുശേഷം 2 സൈഡിലേക്കും 2 ബീഡ്, വീണ്ടും ഒരു വൈറ്റ് പേള്, വീണ്ടും 2
ടു ബീഡ് അപ്പുറം ഇപ്പുറം, പിന്നെ വീണ്ടും റെഡ് കളറിലെ ബീഡ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോവുക. ഇത്രയേ ഉള്ളൂ വർക്ക്, വേറെ ഒന്നുമില്ല. ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആദ്യം റെഡ് കളറിൽ, പിന്നെ ടു ബീഡ്, പിന്നെ വൈറ്റ് പേൾ, ടു ബീഡ്, റെഡ്, ആ ഒരു കണ്ടിന്യൂറ്റിയിൽ അങ്ങോട്ട് പോവാം. പിന്നെ ഇനി നമ്മൾ ആ ടു ബീഡിൻ്റെ അറ്റത്തായിട്ട് ജസ്റ്റ് ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അറ്റം, അതായത് ആ ട്യൂബിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടറ്റത്തേക്കും ഒരു ചെറിയൊരു നോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കാണത്തൊന്നുമില്ല, കാരണം നമ്മൾ ഈ ഒരു ബീഡ്സുകളൊക്കെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ റെഡ് കളർ കാണത്തൊന്നുമില്ല. ഞാനിത് ബ്ലൗസ് വിയർ ചെയ്ത സമയത്തും അത് റെഡ് കളർ അങ്ങനെ കാണുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നോക്ക്, ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിട്ടോ വരുന്നത്. ഞാൻ സ്ലീവിലും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒരു 3 ലെയറിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ലെയർ നമ്മളുടെ നെക്കിൽ നമ്മൾ ചെയ്ത് കൊടുത്ത പോലെ തന്നെ, രണ്ടാമത്തെ 2 ലെയറും വെറുതെ ഇങ്ങനെ ഓരോ ബീഡുകളായിട്ട്, ഓരോ മുത്തുകളായിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ ഒരു 3 ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ കണ്ടോ, ബാക്കിലും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ബാക്കിൽ ചെയ്ത് കൊടുത്തു, അതേപോലെ ഫ്രണ്ട് പോർഷനിലും. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു മടിയുടെ ആവശ്യമില്ല. ഇതുപോലത്തെ ബീഡ്സുകൾ വാങ്ങിക്കുക. ഇതുപോലെ നമുക്ക് സ്റ്റോൺസുകൾ കിട്ടും, നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്, പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു പാർട്ടി വെയർ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുക, കണ്ടോ, 2 സൈഡിലും ആ ട്യൂബിൻ്റെ 2 അറ്റത്തും ഓരോ ഫ്രഞ്ച് നോട്ടും പിന്നെ ആ മുത്തുകളും ഒക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൗസായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിത്. പിന്നെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു കേട്ടോ. ഞാനിത് വിയർ ചെയ്ത് കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസാണ് കേട്ടോ ഇത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം നമ്മളിത് എങ്ങനെ വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു നന്നായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡ്രസ്സ് ബ്ലൗസുകൾ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നോക്കുക, ഫ്രണ്ട് നെക്കിൻ്റെ ഒരു ഹാഫ് പോർഷൻ, അതായത് ഹുക്കിൻ്റെ ഒരു പകുതി ഭാഗം വിട്ട് കൊടുത്തേക്കണം എപ്പോഴും ചെയ്യുമ്പോൾ. അങ്ങ് ഏറ്റവും വരെ ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗത്ത് വരെ വർക്ക് കൊണ്ട് എൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ബ്ലൗസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ 3 ലെയറായിട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൽ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ബാക്കി 2 ലെയർ, ഒരു വൈറ്റ് പേള്, അത് കഴിഞ്ഞ് റെഡ്, വൈറ്റ് റെഡ്, അങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്